ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കയ്യിൽ കരുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വരൂ നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാം. എൻ്റെ ഡെലിവറിയൊക്കെ ഉണ്ടായിരുന്നത് കൊറോണ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ കുറേ അധികം സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ ബാഗിൽ കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല. ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങളൊന്നും ഈസി ആയില്ലേ, പണ്ടത്തൊക്കെ പോലെ ആയില്ലേ. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് അമ്മയ്ക്കായിട്ട് കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു അവയ്ക്കായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട്. പിന്നെ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളും കൂടെ എടുത്ത് വയ്ക്കണം. അപ്പോൾ അതൊക്കെ നോക്കാം. അമ്മയ്ക്കായിട്ട് എന്തായാലും എടുത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ് നൈറ്റികൾ അല്ലേ. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി ഒന്നോ രണ്ടോ നൈറ്റി എടുത്ത് വയ്ക്കാം. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി ഉണ്ടല്ലോ, അങ്ങനത്തെ. അല്ലാതെ നമുക്ക് മെറ്റേണിറ്റി ടൈപ്പിലുള്ള സിബൊക്കെ നീളത്തിലുള്ള ടൈപ്പ് നൈറ്റികളും എടുത്ത് വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് സിസേറിയനൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചധികം ഡ്രസ്സ് കയ്യിൽ വയ്ക്കുക. അല്ലെങ്കിലും കുഴപ്പമില്ല. നോർമൽ ഡെലിവറിയൊക്കെ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ അധികം എണ്ണം വേണമെന്നില്ല. പിന്നെ നമ്മൾ എന്തായാലും കരുതേണ്ട കാര്യം എന്ന് പറയുമ്പോൾ തോർത്തുണ്ട് എന്തായാലും എടുത്ത് വയ്ക്കാനായിട്ട് മറക്കരുത്. തോർത്തുണ്ട് പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. പിന്നെ എടുത്തു വയ്ക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വേണ്ട ഇന്നേഴ്സാണ്. അതായത് ഈ മെറ്റേണിറ്റി ബ്രാ എടുക്കാം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള എടുക്കാം. അതുപോലെ തന്നെ പാൻറ്റീസും എടുക്കാം. പാൻറ്റീസ് വേണമെങ്കിൽ നമുക്കിതുപോലുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള ടൈപ്പുകൾ എടുക്കാം. അതാകുമ്പോൾ പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കളയാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് ആർക്കും അധികം ബുദ്ധിമുട്ടില്ല. പിന്നെ സാനിറ്ററി നാപ്കിൻസ് എന്തായാലും വേണം. ഇപ്പോൾ ഇതുപോലുള്ള നോർമൽ കോട്ടൺ നാപ്കിൻസ് എന്താ പറയുക, കുറച്ച് എക്സ്ട്രാ ലാർജ് സൈസുകളൊക്കെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മെറ്റേണിറ്റി ഈ ഒരു എന്താ പറയുക ഡെലിവറി കഴിഞ്ഞുള്ള സമയത്ത് തന്നെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ചില വലിയ നാപ്കിൻസും ഇറങ്ങുന്നുണ്ട്. അപ്പം ന്യൂ മോമൊക്കെ നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ചെറിയ പാക്കറ്റൊക്കെ വാങ്ങി കയ്യിൽ വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് ഒന്നും എടുക്കാൻ മറക്കരുത്. ഡ്രസ്സൊക്കെ അലക്കാനൊരു സോപ്പ് എടുക്കണം. പിന്നെ ഡെറ്റോൾ എന്തായാലും എടുക്കാൻ മറക്കരുത്. ഡെറ്റോൾ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ അലക്കുന്ന സമയത്ത് അവസാനം ഡെറ്റോളിൽ മുക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഡെറ്റോൾ എന്തായാലും മറക്കാതെ കയ്യിൽ കരുതുക. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സോപ്പ് എടുക്കാം. ഡെറ്റോളിൻ്റെ സോപ്പ് എടുക്കാം. ഞാനൊക്കെ ഡെറ്റോളിൻ്റെ സോപ്പ് ഉപയോഗിച്ചിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സോപ്പാണ് ഓക്കെ വെച്ചെങ്കിൽ അങ്ങനെ ഒരു സോപ്പും എടുക്കുന്നത് നന്നായിരിക്കും. നമ്മളെ മുടിയൊക്കെ ചീകി കെട്ടാനായിട്ട് ചീർപ്പൊന്നും എടുത്ത് വെക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ള മുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല തിളപ്പിച്ചൊക്കെ തിരുമ്പി നല്ല ക്ലീനാക്കി വെച്ചിട്ടുള്ള വെള്ള മുണ്ട്, കോട്ടൻ്റെ മുണ്ട്. അത് ഇപ്പോൾ നമ്മൾ നോർമൽ ഡെലിവറി ആണെങ്കിലും അല്ല ഇനിയിപ്പോൾ സിസേറിയൻ ആണെങ്കിലും എന്തായാലും ഹോസ്പിറ്റലുകാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വെള്ളമുണ്ട്. അപ്പോൾ ഇതെന്തായാലും റെഡിയാക്കി വെക്കണം. ഇനി കുഞ്ഞുവാവയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കുഞ്ഞുവാവയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഡ്രൈ ഷീറ്റ് എന്തായാലും നിങ്ങൾ വാങ്ങാനായിട്ട് മറക്കരുത്. ഡ്രൈ ഷീറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാലും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് 2, 3, 4 എത്ര നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വാങ്ങി വയ്ക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു റിസീവിങ് ക്ലോത്താണ്. അപ്പോൾ അത് കുഞ്ഞുവാവ ജനിച്ചിട്ട് നമ്മൾ കയ്യിൽ കുഞ്ഞിനെ തരുമല്ലോ. ആ സമയത്ത് ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ചില ഹോസ്പിറ്റലിലൊക്കെ അത് അവരെന്നെ തരും. നമ്മൾ ബില്ല് പേ ചെയ്താലും മതിയായിരിക്കും. ഇനി കുഞ്ഞുവാവകൾക്കുള്ള ഈ കെട്ടുന്ന ഉടുപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ടല്ലോ, അത് കുറച്ചെണ്ണം കരുതി വയ്ക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ബട്ടണായിട്ടുള്ള എടുക്കാം, അല്ലെങ്കിൽ കെട്ടുന്ന ഉടുപ്പുകളും എടുക്കാം. നല്ല കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ബനിയൻ ക്ലോത്ത്, കോട്ടൺ രണ്ടിൻ്റെയും കൂടെ മിക്സോ അങ്ങനെ ഏത് തരത്തിലുള്ളതും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഫസ്റ്റ് ക്രൈയിലൊക്കെ അവൈലബിൾ ആട്ടോ. ഒന്ന് നോക്കണം നിങ്ങൾ. കുഞ്ഞിനൊന്ന് നനച്ച് തുടയ്ക്കാനോ അല്ലെങ്കിൽ അവരെ മുഖം തുടച്ചെടുക്കാനൊക്കെ ആയിട്ട് ചെറിയ ടവലൊക്കെ വാങ്ങാൻ കിട്ടും, അതും എടുക്കാം കേട്ടോ. കുഞ്ഞാവകൾ വയറ്റിനകത്ത് നല്ല ചൂടിലങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവർ ജനിച്ചു കഴിഞ്ഞാലും അവർക്ക് ഇഷ്ടം നല്ല ചൂടായിട്ട് നല്ല വാമിലിങ്ങനെ കിടക്കാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവരെ കയ്യിൽ മിറ്റൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക, തലയിൽ ഇങ്ങനെ ക്യാപ്പൊക്കെ വെച്ച് കൊടുക്കുക, കാല് ബൂട്ടീസൊക്കെ വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചെണ്ണമൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വയ്ക്കുക. അത് വളരെ യൂസ്ഫുള്ളായിരിക്കും.
പിന്നെ നല്ല കോട്ടൻ്റെ തുണിയൊക്കെ ഇതേപോലെ നേരത്തെ പോലെ തിളപ്പിച്ച് തിരുമ്പി വൃത്തിയാക്കി എടുത്ത് വയ്ക്കണം. ഹോസ്പിറ്റലിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കോട്ടൺ ക്ലോത്തുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ സൂപ്പർ മോട്ടോത്തിൻ്റെയൊക്കെ വളരെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു വെറ്റ് വൈപ്പുകളാണ്, മുഖമൊക്കെ തുടച്ചെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഞാൻ നോർമലി വാങ്ങാറ് ഈ ടൈപ്പാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ വെച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ് വെച്ചെങ്കിൽ ആ ടൈപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ചില ഹോസ്പിറ്റലുകാരൊക്കെ സോപ്പൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഒരു ബേബി സോപ്പ് എടുത്തേക്കാം. ഞാൻ സാധാരണ വാങ്ങിയത് സെബാമഡാണ്. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം, ഇപ്പോൾ ഹിമാലയാണോ ജോൺസണാണോ ഏതാ താല്പര്യം വെച്ചെങ്കിൽ ആ ടൈപ്പ് എടുക്കാം. പിന്നെ സെബാമഡ് തന്നെ ഒന്നില്ലെങ്കിൽ ബാറായിട്ട് നമുക്ക് സോപ്പായിട്ട് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിക്വിഡായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഏതാ നിങ്ങളെ ഇഷ്ടമെങ്കിൽ മേടിക്കാം. നോർമലി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിൻ്റെ ശേഷമാണ് കുളിപ്പിക്കുകയൊക്കെ ചെയ്യാറ് അല്ലേ. ആദ്യം അവർ കുളിപ്പിച്ച് തന്നതിന് ശേഷം. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതുപോലെ സോപ്പ്, ഈ റിസീവിങ് ക്ലോത്ത് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കണം, കുട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ. പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ ആവശ്യമില്ല. ചിലർ അവർ നമ്മളടുന്ന് ബില്ല് നമ്മൾ പേ ചെയ്താൽ മതി, അവർ എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാറും ചെയ്യാറുണ്ട്. കുഞ്ഞിന് നല്ല ചൂടൊക്കെ കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇങ്ങനെ റാപ്പ് ചെയ്യാൻ പറ്റുന്ന ബെഡുകളുണ്ട് ചെറുത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങണം, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, ഇല്ലെങ്കിൽ ഓക്കെ. ഞാൻ ഈ ടൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ബേബി ബെഡ് ഒന്ന് കരുതുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ നെറ്റും കൂടെ ഉള്ളതാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും. എനിക്കിത് വളരെയധികം യൂസ്ഫുള്ളായിരുന്നു. കാരണം ഞങ്ങൾ പൊന്നാനി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കൊതുള്ള ഏരിയ ആണല്ലോ. അപ്പോൾ ഈ നെറ്റിൻ്റെ സംഭവം വളരെ എന്നെ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പിന്നെ മഴക്കാലത്തൊക്കെയാണ് കുഞ്ഞുങ്ങൾ, ഇപ്പോൾ നമ്മൾ ഡെലിവറി ഡേറ്റൊക്കെയാണ് വെച്ചെങ്കിൽ ഇതുപോലുള്ള ഒരു ഈ തുണി അലക്കിയിട്ട് ഇടാൻ പറ്റുന്ന ഈ സ്റ്റാൻഡും കൂടെ വളരെ നല്ലതായിരിക്കും. ഇത് എപ്പോഴാണ് വെയിലുള്ള വെച്ചെങ്കിൽ ആ വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സുകൾ ഉണങ്ങി കിട്ടും. ഈ ടൈപ്പ് സ്റ്റാൻഡ് നിങ്ങൾക്ക് അമ്മയുടെ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഡ്രസ്സും ഇതിലിടാനായിട്ട് നന്നായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിയാൽ മതി. ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൻ റിപ്പോർട്ടുകൾ, മറ്റ് നമ്മുടെ എന്താ പറയുക മെഡിക്കൽ റെക്കോർഡ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫയൽ എന്തായാലും മറക്കാതെ തന്നെ നിങ്ങൾ കയ്യിൽ വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിന് പെട്ടെന്ന് നോക്കാനും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ആ കാര്യം ഒരിക്കലും നിങ്ങൾ പോകുമ്പോൾ മറക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള പ്ലേറ്റ്, ഗ്ലാസ്, പിന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിലെ ബക്കറ്റൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റ്, ഒരു അതിനുള്ള കപ്പ് കാര്യങ്ങളൊക്കെ കരുതുക. അതുപോലെ കുഞ്ഞുവാവയുടെ ഡ്രസ്സ് ഇടാനും അതൊക്കെ കഴുകാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബക്കറ്റ് വേണമെങ്കിൽ അത് കരുതാം. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസിനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വട്ടത്തിലുള്ള സംഭവം, അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ കൊറോണ മാറിയെങ്കിലും നമ്മൾ ഒരു സാനിറ്റൈസറിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ കയ്യിൽ വയ്ക്കുക. അപ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്ന ഒരു കുഞ്ഞിനെടുക്കുകയൊക്കെ ആണെങ്കിൽ സാനിറ്റൈസറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കുഞ്ഞിനെടുക്കാനായിട്ട് നോക്കുക. പണ്ടൊക്കെ പലപ്പോഴും പറയാറുണ്ട് കുഞ്ഞുവാവ ജനിച്ചതിന് മുമ്പ് ഒന്നും വാങ്ങിക്കാൻ പാടില്ല, കുഞ്ഞ് ജനിച്ചതിന് ശേഷം മാത്രമേ എന്ത് കുട്ടിക്കായിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫുള്ള് തകിടം മറിച്ചൊരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൊറോണ മാറിയെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ, പണ്ടത്തെ വിശ്വാസമൊക്കെ ഒഴിവാക്കുക. നമ്മൾ കുഞ്ഞിനായിട്ട് വാങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ നന്നായി കഴുകി വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി നല്ല വൃത്തിയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും മാത്രം നമ്മൾ കുഞ്ഞിനിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ ചെയ്തിരുന്നു പറയുമ്പോൾ കടയിൽ നേരെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കടയിൽ പോകുന്നു, വാങ്ങുന്നു, ഇട്ട് കൊടുക്കുന്നു, ആ രീതിയായിരുന്നു. ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. അപ്പോൾ ഒരു 30 to 33, 34 വീക്സിന് ആ സമയത്ത് തന്നെ എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാവുക. നമുക്ക് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പം പെട്ടെന്നായിരിക്കും ധൃതിയിലായിരിക്കും പോകേണ്ടി വരിക, ചിലപ്പോൾ രാത്രി ആയിരിക്കും പോകേണ്ടി വരിക. അപ്പോൾ ഈ ഹോസ്പിറ്റൽ ബാഗ് എന്തായാലും പാക്ക് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. നമുക്ക് പോകണം തോന്നിക്കഴിഞ്ഞാൽ ഇതെടുക്കുക പോകാമെന്നുള്ളൊരു അവസ്ഥയായിട്ട് വെക്കണം. നമുക്ക് വേണ്ട ബെഡ്ഷീറ്റുകൾ, അതുപോലെ തന്നെ ഒരു പുതപ്പ് ഇല്ലേ, അധികം കട്ടിയൊന്നുമില്ലാത്ത ഒരു പുതപ്പ്, ഇതും കൂടെ എടുത്തു വയ്ക്കാനായിട്ട് മറക്കരുത്. ഒരു തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. എല്ലാവരും പോയിട്ട് സുഖമായിട്ട് കുഞ്ഞുവാവേനെയൊക്കെ ആയിട്ട് വരും.
അപ്പോൾ എല്ലാ ആശംസകളും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുവാവ ജനിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും കൂടെ ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.